സമ്മേളനം നമ്മൾ നടത്താൻ കാരണം ചൊവ്വൂരിലെ തൃശൂർ താലൂക്ക് ഫർണിച്ചർ ഇൻഡസ്ട്രിയലിസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 15ാം വാർഷികവും ചൊവ്വൂർ ഫർണിച്ചർ നിർമ്മാണ മേഖലയുടെ 200ാം വാർഷികവും അതുകൂടാതെ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് എന്ന് പറഞ്ഞാൽ 1939 മുതൽ 45-46 കാലഘട്ടത്തില് ചൊവ്വൂർ ഫർണിച്ചർ ആർമിക്ക് നിർമ്മിച്ചു നൽകിയതിന്റെ 85ാം വാർഷികം. അതുപോലെ തന്നെ നമുക്ക് ഇനി ഒരു വിഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ചൊവ്വൂർ അറിയപ്പെടുന്നത് ഫർണിച്ചർ ഹബ്ബ്, തൃശ്ശൂർ ഫർണിച്ചർ ഹബ്ബ് ചൊവ്വൂർ എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ നമുക്ക് കുറെ ഫെസിലിറ്റീസ് ഗവൺമെന്റിന്റെ മറ്റു ക്ലസ്റ്റർ ആളുകളുടെയും സഹകരണത്തോടു കൂടിയിട്ട് നടപ്പിലാക്കേണ്ടതുണ്ട്. അപ്പൊ അത് തൃശ്ശൂർ ഫർണിച്ചർ ഹബ്ബ് ചൊവ്വൂർ വിഷൻ 2030 എന്നുള്ള ഒരു പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം കൂടിയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോ ഈ പ്രോഗ്രാം ഈ ഓഗസ്റ്റ് 3-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി OJ ജനീഷ് പങ്കെടുക്കുന്ന പരിപാടി. അതില് ഗീതാ ഗോപി MLA-യും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അപ്പോ OJ ജനീഷ് മന്ത്രി നമുക്ക് ഈ നമ്മൾ മേലെ പറഞ്ഞ എല്ലാ ഇതിന്റെയും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. ഈ തൃശ്ശൂർ ഫർണിച്ചർ ഹബ്ബ് ചൊവ്വൂർ വിഷൻ 2030 അതിന്റെ പ്രകാശന കർമ്മം നടത്തുന്നത് MLA നാട്ടിക നിയോജക മണ്ഡലം MLA ശ്രീമതി ഗീതാ ഗോപിയാണ്. അപ്പൊ ഇതിനകം ഈ ചൊവ്വൂർ ഫർണിച്ചർ മേഖലയില് ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ്, കേരള ഗവൺമെന്റിന്റെ സഹകരണത്തോട് കൂടിയിട്ട് ഫർണിച്ചർ ഹബിന്റെ ഭാഗമായിട്ടുള്ള ഒരു കോമൺ ഫെസിലിറ്റി സെന്റർ ഇവിടെ ഇതിനകം തന്നെ ഒരു 14.5 കോടി രൂപയുടെ പ്രോജക്റ്റ് ഇവിടെ ചൊവ്വൂർ ബേസിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇതിന്റെ ഒരു പൂർത്തീകരണം എന്ന നിലയ്ക്ക് നമുക്കൊരു ഇൻഡസ്ട്രിയൽ പാർക്ക്, അത് സഹകരണ മേഖലയുടെ ഒരു കൺസോർഷ്യം രൂപീകരിച്ചിട്ട് അങ്ങനെ ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചർച്ചകൾ നടന്നു വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഫർണിച്ചർ ക്രാഫ്റ്റ് വില്ലേജ് വിത്ത് ടൂറിസം, ഫർണിച്ചർ ടൂറിസം എന്നുള്ള രീതിയിൽ ഒരു പ്രോജക്റ്റ് KTDCയുടെ കേരള ഗവൺമെന്റിന്റെ അണ്ടറിൽ അങ്ങനെ അതും ഒരു പ്രോഗ്രാമായിട്ട് നടന്നു വരുന്നുണ്ട്. വിത്ത് നമ്മുടെ ഇവിടെ ഇപ്പൊ നിലവില് ചൊവ്വൂർ ഫർണിച്ചർ വ്യവസായത്തില് കൂടുതലും അതിഥി തൊഴിലാളികളാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ആ അതിഥി തൊഴിലാളികൾ കുറെ പേര് ഇപ്പോൾ ഇതിനകം തന്നെ നമ്മുടെ അവരുടെ നാട്ടിലേക്ക് പോയതിനു ശേഷം കുറെ പേര് ഇവിടെ തിരിച്ചെത്തിയിട്ടില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഫർണിച്ചർ ഒരു ട്രെയിനിങ് സെന്റർ കൂടി നടത്താനായിട്ടുള്ള ഒരു പരിപാടിയും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്കുള്ള ഈ പരിപാടികളിൽ നമ്മുടെ MSME ഡയറക്ടർ, ജില്ലാ വ്യവസായ കേന്ദ്ര ജനറൽ മാനേജർ, പ്രത്യേകിച്ച് നമ്മൾ സഹകരണ സംഘത്തിന്റെ തൃശ്ശൂർ ജോയിന്റ് രജിസ്ട്രാർ P രാമേന്ദ്രൻ സാറ് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഇതുകൂടാതെ ചൊവ്വൂർ മേഖലയിലെ തൊഴിലുടമകളായിട്ട് വരുന്നവരെ 60 വയസ്സിന് മീതെ ഉള്ള ആളുകളെ നമ്മൾ ആദരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സഹകരണ സംഘത്തിന്റെ പ്രവർത്തന നിലയ്ക്ക് വിദ്യാർത്ഥികള്, അതുപോലെ തന്നെ അവിടുത്തെ പ്രത്യേകമായിട്ടുള്ള രീതിയിൽ ആദരിക്കപ്പെടുന്ന ആളുകളൊക്കെ നമ്മളിപ്പോൾ ഇതിനകത്ത് ആദരിക്കുന്നുണ്ട്. അങ്ങനെ ചൊവ്വൂർ മേഖലയ്ക്ക് ഒരു ഐഡന്റിറ്റി ആയിട്ട് നിലനിൽക്കുന്ന നമ്മുടെ 2ാം ലോക മഹായുദ്ധകാലത്തുള്ള ആ ഒരു കാലഘട്ടം നമ്മളിപ്പോ പറയുന്നത് 2ാം ലോക മഹായുദ്ധകാലത്തിന് മുൻപും അതിനുശേഷവും എന്ന് പറഞ്ഞാൽ 2ാം ലോക മഹായുദ്ധകാലത്തിന് മുൻപ് നമ്മൾ ആ പ്രദേശത്ത് എല്ലാവരും ചെയ്തിരുന്നത് 200 വർഷം പഴക്കം ഉണ്ട്. അവിടുത്തെ ആശാരിമാരും വിശ്വകർമ്മജരും ആണ് പ്രധാനമായിട്ടും ഈ ഫർണിച്ചർ മേഖലയുടെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുണ്ടായിരുന്നത്. പിന്നീട് എല്ലാ വിഭാഗം ആളുകളും അതിനോട് സഹകരിച്ച് നിലവില് അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ രാജകൊട്ടാരങ്ങൾ, സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, ക്ഷേത്രങ്ങളില് ഇവരുടെ മരസംബന്ധമായിട്ടുള്ള മേൽക്കൂരകൾ ഉൾപ്പെടെയുള്ള വർക്കുകൾ ചെയ്തു കൊടുക്കുന്ന സംവിധാനമായിരുന്നു. ആ സമയം 2ാം ലോക മഹായുദ്ധകാലത്ത് നമുക്ക് ഈ ആർമിയിൽ നിന്ന് കുറെ ഓർഡറുകളും ഒക്കെ വന്നപ്പോൾ നമുക്കൊരു ആ ഒരു പരിചയം വെച്ചിട്ട് ഒരു വാണിജ്യ മേഖലയില് അത്
നമ്മുടെ നിർമ്മാണം പോലെ തന്നെ അതൊരു വിപണനം ചെയ്യാനായിട്ട് ഓൾ കേരള ലെവലില് ഇപ്പൊ ചൊവ്വൂര് കടവാരം എന്ന സ്ഥലമുണ്ട്. അത് നമ്മുടെ ഹെർബർട്ട് കനാലായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ്. അതിലൂടെ വള്ളത്തില് സഞ്ചരിച്ചിട്ടാണ് ഈ ഫർണിച്ചറുകൾ മുഴുവൻ കേരളം ഒട്ടുക്ക് തെക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തുമുള്ള ക്ഷേത്രങ്ങളിലും പള്ളികളിലുമുള്ള തിരുനാളുകൾക്ക് അവിടുത്തെ ഉത്സവപ്പറമ്പുകളില് ടെന്റ് കെട്ടി അവിടെ പിന്നെ ഡിസ്പ്ലേ ചെയ്യുകയും അതിനോടൊപ്പം വിൽപ്പന നടത്തുകയും ചെയ്യുന്ന അത് ഇപ്പോ ഈ 60കളില് ശേഷം ഈ രണ്ടാം ലോകമയുദ്ധത്തിന് ശേഷം നടന്നു വന്നിട്ടുള്ള കാര്യം. അപ്പോ ഇത് ചൊവ്വൂർ മേഖലയെ ശരിക്കും പറഞ്ഞാല് ആ അടിസ്ഥാനപരമായിട്ട് ഇത് മാർക്കറ്റിംഗ് അന്വേഷണമാണ് അവിടുന്ന് മുതൽ തുടങ്ങിയത്. അതിനെ തുടർന്നിട്ട് ചൊവ്വൂരുള്ള ആളുകൾ തന്നെ ഇപ്പൊ നമ്മുടെ ചൊവ്വൂര് ഫർണിച്ചർ ഷോപ്പുകൾ ആരംഭിക്കുകയും മറ്റു കർണാടക മറ്റു തമിഴ്നാട് മുതലായ സ്ഥലങ്ങളിൽ ഫർണിച്ചറിന്റെ ഷോപ്പുകളും നിർമ്മാണശാല ആരംഭിച്ച് ഇപ്പൊ നിലവില് നമുക്കിപ്പോ എന്താ വെച്ചാല് ഈ ഫർണിച്ചർ ഹബിന്റെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ പ്രോജക്റ്റുകളൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞാല് തൃശ്ശൂർ ജില്ലയിലെ തന്നെ പുതിയ ജനറേഷനിൽ വരുന്ന എല്ലാ യുവജനങ്ങൾക്കും ഒരു പിന്നെ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യാവുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ കാർപ്പൻറ്റർ എഞ്ചിനീയറിങ്, ഡിസൈൻ എഞ്ചിനീയറിങ് ഉൾപ്പെടെയുള്ള പോളിഷ് വർക്ക്, പിന്നെ അപ്പോൾസ്റ്ററി വർക്ക് ഉൾപ്പെടെയുള്ള മേഖല പ്രയോജനപ്പെടുത്തി അവരൊരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ള ഒരു ട്രെയിനിങ് സെന്ററിൽ അങ്ങനെ ഒരു ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടികൾ സംഘത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു ട്രെയിനിങ് സെന്റർ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് നടപ്പിലായാല് തൃശ്ശൂർ ജില്ലയ്ക്കും ഇവിടെയുള്ള പിന്നെ നമ്മുടെ യുവജനങ്ങൾക്കും വളരെയധികം എത്ര പേർക്ക് ഒരു 10,000-ത്തിലധികം പേർക്ക് തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാക്കി വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ തൃശ്ശൂർ താലൂക്ക് ഫർണിച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തില് വ്യാപാരി വ്യവസായികളും മാനുഫാക്ചേഴ്സ് അസോസിയേഷനും എല്ലാവരും കൂടിയിട്ട് ഇങ്ങനൊരു ഈ പ്രോഗ്രാം നടത്തുന്നതും നമ്മുടെ ഐഡന്റിറ്റി മറ്റു മേഖലകളിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനും നമ്മുടെ പ്രോജക്റ്റ് നടപ്പിലാക്കാനും നമുക്ക് നമ്മുടെ ശ്രദ്ധാപൂർവ്വം ഈ പ്രോഗ്രാം വിപുലമായ തോതിൽ നടത്തുന്നു. അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഫീച്ചറുകളും തയ്യാറാക്കല് ഉൾപ്പെടെയുള്ള പത്രമാധ്യമങ്ങളിലൂടെ മറ്റു മാധ്യമങ്ങളിലൂടെ നമുക്ക് എല്ലാവർക്കും കൂട്ടായിരുന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഈ ചൊവ്വൂർ ഫർണിച്ചർ ഇൻഡസ്ട്രീനെ നമുക്കൊരു എക്സ്പോർട്ടിംഗ് മേഖലയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോമൺ ഫെസിലിറ്റി സെന്റർ ഞാൻ പറഞ്ഞില്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ 10 കോടി രൂപയുടെ ഗ്രാൻഡോട് കൂടിയിട്ടുള്ള പിന്നെ നല്ല ഹൈ എൻഡ് മെഷീൻസ്, അതൊക്കെ ഇമ്പോർട്ടഡ് മെഷീൻസും CNC സീസണിങ്, കെമിക്കൽ ട്രീറ്റ്മെന്റ് എല്ലാ ഫെസിലിറ്റിയോടും കൂടിയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ അവിടെ ആക്കിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് എക്സ്പോർട്ടിങ് വ്യാപകമായ രീതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഇനി നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഈ തൊഴിലാളികളെ എല്ലാവരും ഉൾപ്പെടുന്നതാണ് സംഘം. ഇതിൽ നമുക്ക് 1200 അംഗങ്ങളാണ് തൊഴിലാളികളായിട്ട് നമുക്ക് ഏകദേശം ഒരു 200ഓളം പേരുണ്ട്. അതന്നെ ഒരു പരിധി വരെ ചൊവ്വൂര് നമ്മുടെ തൊഴിൽ ഉടമകൾ എന്ന് പറയുന്നവര് തൊഴിലാളികളും അങ്ങനെ ഒരു കുടിൽ വ്യവസായ പരമ്പരാഗത കുടിൽ വ്യവസായ മേഖലയാണല്ലോ. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഈ പറഞ്ഞ വർക്ക്ഷോപ്പ് ഉണ്ട്, നമ്മൾക്ക് അതിന്റെ വർക്ക് അറിയാവുന്നവരാണ്, അതിൻ്റെ ഒപ്പം തൊഴിലാളികൾ അതിനകത്ത് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും പരിരക്ഷ നൽകുന്ന ഒരു സഹകരണ സംഘമായിട്ടാണ് നമ്മൾ പ്രവർത്തിച്ചു വരുന്നത്. നിലവിൽ 4 പിന്നെ നമ്മുടെ ചൊവ്വൂർ സെന്റർ എന്ന് പറഞ്ഞാല് 4 ഭാഗത്തേക്കും റോഡുണ്ട്. 4 ഭാഗത്തും ഈ പറഞ്ഞിട്ടുള്ള ഡിസ്പ്ലേ സെന്റർ വിത്ത് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റോട് കൂടി. അതെ, 99% വീടുകളിൽ തൊട്ടടുത്ത് നിർമ്മാണശാലകളുണ്ട്. ഉള്ളിലായാലും ഇത് അവിടെ ഈ ഫർണിച്ചർ ക്ലസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കൂട്ടായ്മകൾ എന്ന് പറഞ്ഞാൽ ചൊവ്വൂർ മേഖല എന്ന് പറയുമ്പോൾ ഈ ചേർപ്പ് പഞ്ചായത്ത്, വല്ലച്ചിറ പഞ്ചായത്ത്, അവനിശ്ശേരി പഞ്ചായത്ത്, പാർല പഞ്ചായത്ത്, ഇവിടെ മിക്കവിടുത്തെ എല്ലായിടത്തും ഈ ഫർണിച്ചർ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നിർമ്മാണ മേഖലയാണത്. എന്ന് പറയുമ്പോൾ 700ഓളം ഈ ഞങ്ങൾ ഉണ്ടാക്കിയ ക്ലസ്റ്റർ ഉണ്ട്. അതിൻ്റെ കൂടെ അതിൽ 700ഓളം ഈ മെമ്പർമാര് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലാളികൾ തൊഴിലുടമ നടത്തുന്ന യൂണിറ്റുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്കൊരു 200ഓളം
ഫർണിച്ചർ ഷോറൂമുകളായിട്ട് അവിടെ പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ അനേകം പേർക്ക് ഇപ്പൊ തന്നെ നിലവിൽ നമ്മുടെ തൊഴിൽ നമ്മൾ എല്ലാവരും നൽകി വരുന്നു. അതേപോലെ നമ്മളും തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിപണനം ഇപ്പോ എല്ലാതും നമ്മളിപ്പോ ഈ ഞാൻ പറഞ്ഞ കോമൺ ഫെസിലിറ്റി സെന്ററിന്റെ പിന്നെ സപ്പോർട്ടോട് കൂടിയിട്ട് മരം സീസൺ ചെയ്ത് അവിടെ നിന്ന് ചില ഫർണിച്ചർ കമ്പോണൻസ് ആയിട്ട് ചില ഫർണിച്ചറിന്റെ സ്പെയർ പാർട്സ് ആക്കി തരും നമുക്ക് അവിടെ നിന്ന്. അത് വന്ന് നമുക്ക് അസംബ്ലിങ് ചെയ്യുക, ഫിനിഷ് ചെയ്യുക, അതിന്റെ അപ്രോൾസ് വർക്ക് ചെയ്യുക, പിന്നെ അത് നമുക്ക് മാർക്കറ്റിൽ ചെയ്യാന്നുള്ളതാണ് കാര്യം. അപ്പൊ കുറെ ആളുകളൊക്കെ അവിടെ കസ്റ്റമൈസ് ചെയ്തിട്ട് വരുന്ന കുറെ ആളുകൾ ഇൻഡിവിജ്വൽ വീടുകളിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ അവിടെ തന്നെ ഓർഡർ ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ നമുക്ക് ലൈഫ് ടൈം വാറന്റിയോട് കൂടിയിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മളെ റോഡ് സൈഡിൽ കാണുന്ന കടകൾ മാത്രമല്ല, എല്ലാ വീടുകളിലും അവരവരുടെ വീടിന്റെ ഉമ്മറ ഉണ്ടെങ്കിൽ അത് കടയാക്കിയിട്ടിട്ട് എല്ലാവരും സെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. കാണാൻ ഭംഗിയുള്ള ഷോറൂമും മാത്രമല്ല, വീടിന്റെ എല്ലാ ഉള്ളിലും വീടുകളുടെ ഫ്രണ്ടില് ഷോപ്പാക്കിയിട്ടിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ കേരളത്തിന് പുറത്ത് നന്നായി സപ്ലൈ ചെയ്യുന്നത് ഇപ്പൊ ചുവരിനാണ്. തമിഴ്നാട്, കർണാടകയ്ക്കൊക്കെ കണ്ടമാനം അയക്കുന്ന സ്ഥലം ഇപ്പൊ ചുവരി മേഖലയാണ്. വിദേശത്തേക്ക് നമുക്ക് നാമമാത്രമായ രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് നമുക്ക് ഇപ്പോ ഈ പറഞ്ഞ സീസൺ ഫെസിലിറ്റി, എല്ലാ ഫെസിലിറ്റിയും, പിന്നെ ടെസ്റ്റ് ലാബ്, ഡിസൈൻ സ്റ്റുഡിയോ ഉൾപ്പെടെയുള്ള ഈ കോമൺ ഫെസിലിറ്റി സെന്ററിന്റെ സപ്പോർട്ട് വന്നതിന് ശേഷമാണ് നമുക്കൊരു എക്സ്പോർട്ടിങ് ക്വാളിറ്റിയിലേക്ക് നമുക്ക് കടക്കാനായിട്ട് പറ്റിയത്. അത് കാരണം നമുക്ക് ഇനി അത് ഇവിടുന്ന് നമുക്ക് കൂടുതൽ ഈ എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി സെന്റർ ഉൾപ്പെടെയുള്ള ഒരു കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തു വരുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ധാരാളം നല്ല എൻക്വയറി ഉണ്ട്. പ്രത്യേകിച്ച് കേരള ഫർണിച്ചറിന് നല്ല എൻക്വയറി വിദേശത്ത് നിന്ന് വരുന്നത്. തേക്ക്, ഈട്ടി, മഹാഗണിയാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അത് മരത്തിന് ലഭ്യത ഇപ്പൊ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പിന്നെ ഈ നമ്മുടെ എസ്റ്റേറ്റുകളിൽ നിന്ന്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ പിന്നെ പറമ്പുകൾ, നാടൻ മരങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഏത് മരമായാലും നമുക്ക് സീസൺ ഫെസിലിറ്റി ഉപയോഗിക്കുന്ന കാരണം നമുക്ക് അത് ക്വാളിറ്റിയോട് കൂടിയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ MJ വിൻസെന്റ്, താലൂക്ക് ഫർണിച്ചർ സൊസൈറ്റിയുടെ പ്രസിഡന്റ്. രഘു CM, വൈസ് പ്രസിഡന്റ് ഈ സൊസൈറ്റിയുടെ പ്രോഗ്രാം കൺവീനറാണ്. ബ്രൈറ്റോ എമ്മോ ഡയറക്ടറാണ് സൊസൈറ്റി. ബ്രൈറ്റോ എമ്മോ ഒരു ഫീച്ചറുകളും കാര്യങ്ങളിലും പ്രത്യേകമായിട്ട് ഒരു ഇൻഡസ്ട്രി, ഒരു കുടി വ്യവസായ മേഖല പരമ്പരാഗതമായിട്ടുള്ളത്. അപ്പൊ അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റാവുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. 10,000 പേര് എല്ലാം ഇതിന്റെ ഡിപ്പെൻഡ് ചെയ്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം അതിഥി അടക്കം. തൃശ്ശൂർ ജില്ലയിൽ പറയുമ്പോഴേ ഈ കുറെ ഈ ഫർണിച്ചർ വ്യവസായം, പിന്നെ നമ്മുടെ വൈരക്കല്ല്, സ്വർണ്ണ, ഇതെല്ലാ വ്യവസായങ്ങളുടെ ഇടയിൽ നമുക്ക് വലിയ ക്ഷീണം കൂടാതെ നമുക്കത് പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അപ്പൊ അതിനൊക്കെ തന്നെ ഇതുവരെ നമ്മൾ ശ്രമിച്ച എല്ലാവർക്കും പ്രത്യേകത